Question note ചെയ്യൂ. 15ാമത്തെ question. If theta 1 and theta 2 be respectively the smallest and the largest values of theta in 0 to pi minus 8 pi which satisfy the equation 2 cot square theta minus 5 by sin theta plus 4 is equal to 0 integral theta 1 to theta 2 cos square 3 theta d theta. ആദ്യം ഒരു ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ സോൾവ് ചെയ്യണം, എന്നിട്ട് ഒരു ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എന്താണ്, ഈ കോട്ടിനൊന്നും എനിക്ക് ഇഷ്ടമില്ല, അതിനൊക്കെ എന്താക്കി മാറ്റാം, സൈനും കോസും ഒക്കെ ആക്കി മാറ്റാം. അപ്പോൾ 2 cos square theta by sin square theta minus 5 by sin theta plus 4 is equal to 0. സൈൻ തീറ്റ 0 ആണ് കേസില്ല, കാരണം പയ്യനെ നൈസായിട്ട് ഒഴിവാക്കിയിട്ടില്ല തീറ്റ. അപ്പോൾ 2 cos square theta minus 5 sin theta cos theta 5 sin square theta ഡിനോമിനേറ്റർ നമ്മൾ കോമൺ ഡിനോമിനേറ്റർ എന്താക്കുന്നു, sin square theta ആക്കുന്നു. അപ്പോൾ 2 cos square theta minus 5 sin theta plus 4 sin square theta is equal to 0. അപ്പോൾ സൈനും കോസും ഒക്കെ കൂടിക്കിടന്ന് കിടക്കുകയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാത്രമാക്കി മാറ്റാം. ഇവിടെ സൈൻ തീറ്റ ഉള്ളതുകൊണ്ട് ഇവിടെ സൈൻ തീറ്റ ആക്കി മാറ്റുന്നു. 1 minus sin square theta minus 5 sin theta plus 4 sin square theta is equal to 0. അപ്പോൾ 2 മൊത്തത്തിൽ നമുക്ക് എന്താ ഉള്ളത്, 5 sin theta. ഓക്കെ, അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യാം. മൊത്തത്തിൽ നമുക്കുള്ളത് 2 sin square theta പിന്നെ minus 5 sin theta plus 2 is equal to 0. 2 sin square theta minus 5 sin theta plus 2 is equal to 0. അപ്പോൾ 2 sin square theta minus 4 sin theta minus sin theta plus 2 is equal to 0. അതിന് 2 sin theta പുറത്തേക്ക് എടുത്താൽ 2 sin theta into sin theta minus 2 minus 1 into sin theta minus 2 is equal to 0. ഓക്കെ, അപ്പോൾ ഭാഗ്യം sin theta is equal to 2ഉം sin theta is equal to halfഉം. sin theta is equal to half മാത്രമേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് ആംഗിൾ ആണ് വന്നിരിക്കുന്നത്. sin theta is equal to half. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തീറ്റയ്ക്ക് രണ്ട് വാല്യൂസ് ഉണ്ട്. ഏതൊക്കെയാ, pi by 6ഉം 5 pi by 6ഉം. pi by 6ഉം 5 pi by 6ഉം. pi by 6ഉം 5 pi by 6ഉം ആണ്. pi by 6ഉം 5 pi by 6ഉം. pi by 6ഉം 5 pi by 6ഉം. ഇനി ഇന്റഗ്രേഷൻ പാർട്ടാണ്. ഇന്റഗ്രേഷൻ പാർട്ട് ഒന്ന് പറഞ്ഞേ. ഇനി നെക്സ്റ്റ് ഇസ് ഇന്റഗ്രേഷൻ പാർട്ട്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഇങ്ങനെ മാറി. ഇൻ്റഗ്രൽ pi by 6 to 5 pi by 6, pi by 6 മുതൽ 5 pi by 6 വരെ എന്താണ്, cos square 3 theta, cos square 3 theta d theta, cos square 3 theta d theta. അപ്പോൾ ട്രിഗ്നോമെട്രിക് ഇൻ്റഗ്രേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇത് നേരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം കേട്ടോ. നേരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, കാരണം പ്രോപ്പർട്ടീസ് ഉപയോഗിക്കുമ്പോഴൊന്നും പ്രത്യേകിച്ചൊന്നും വരുന്നില്ലല്ലോ. a plus b minus x തീറ്റ കൊടുക്കുമ്പോൾ പൈ മൈനസ് തീറ്റ വരും, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരാൻ പോകില്ല. അപ്പോൾ cos square 3 തീറ്റനെ നമുക്ക് എന്ത് എഴുതാം, cos square 3 തീറ്റനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഈ സാധനം ഇൻ്റഗ്രൽ pi by 6 മുതൽ 5 pi by 6 വരെ cos square 3 theta, cos square 3 theta അല്ലേ, യെസ്, 1 plus cos 6 theta by 2
ഡി തീറ്റ. 6 തീറ്റനെ വേണമെങ്കിൽ ടി എന്ന് വിളിക്കാം, 6 തീറ്റനെ ടി എന്ന് വിളിക്കാം. അപ്പൊ തീറ്റ ഡി തീറ്റ is equal to dt by 6. So this becomes integral pi to pi മുതൽ എത്ര വരെ 5 pi വരെ 1 plus cos t by 2 into dt by 6. അപ്പോൾ this is going to be 1 by 12 times 5 pi minus pi ഒരു ഫസ്റ്റത്തെ ഇൻ്റഗ്രൽ. അടുത്തത് എന്താ വരാൻ പോണത്? സൈൻ ടി അല്ലേ? കോസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ 5 pi minus pi 0 plus 0. So 4 pi by 12 pi by 3. Pi by 3 is the answer. Pi by 3 is the answer. Pi by 3 ആൻസർ ഉണ്ടോ? Pi by 3. അപ്പോൾ ഇത് ഇൻ്റഗ്രേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതിന് മുമ്പ് ഒരു ട്രിഗ്നോമെട്രി ഒരു കുത്തി കയറ്റി, വേറെ ഒന്നുമില്ല. ട്രിഗ്നോമെട്രി കുത്തി കയറ്റി. ഇനി ഇൻ്റഗ്രേഷൻ ചെയ്യാൻ നമ്മൾ കൊടുത്തൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തല്ലോ. വേറെ ഒരു മെത്തേഡ് കൂടി പറയാം ഇൻ്റഗ്രേഷൻ ചെയ്യാൻ. നമുക്ക് I is equal to integral pi by 6 to 5 pi by 6 5 pi by 6 cos square 3 theta ആണ്. cos square 3 theta d theta. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ 3 തീറ്റ മൈനസ് പൈ ബൈ ടുവിനെ ടി എന്ന് വിളിക്കാൻ പോവാം. 3 തീറ്റ മൈനസ് പൈ ബൈ ടുവിനെ ടി എന്ന് വിളിക്കാൻ പോവാം. അഥവാ 3 തീറ്റ is equal to pi by 2 plus t. ഓക്കെ, അപ്പൊ പുതിയ വേരിയബിൾ ടി എങ്ങനെ മാറി നോക്കാം നമുക്ക്. ഒന്ന് ശ്രദ്ധിച്ചോ. തീറ്റ പൈ ബൈ 6 ആവുമ്പോൾ അത് പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 0 ആയി മാറി. തീറ്റ 5 പൈ ബൈ 6 ആവുമ്പോൾ അത് 5 പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 2 പൈ ആയി മാറി. കോസ് സ്ക്വയർ ഓഫ് 3 തീറ്റ കോസ് സ്ക്വയർ ഓഫ് 5 ബൈ 2 പ്ലസ് ടി അത് സൈൻ സ്ക്വയർ ടി ആയി മാറി. ഡി തീറ്റ എന്ന് പറഞ്ഞ സാധനം ഡി ടി ഡിവൈഡ് ബൈ 3 ആയി മാറി. അപ്പൊ വൃത്തിയായി, ഇത്രയും കൂടി ഇന്റഗ്രേഷൻ ഇത്രയും കൂടി വൃത്തിയായി. ഇന്റഗ്രേഷൻ ഇത്രയും കൂടി വൃത്തിയായി. ഇനി സൈൻ സ്ക്വയർ ടി 0 to 2 പൈ ആണ്. സൈൻ സ്ക്വയർ ടി 0 to 2 പൈ ആണ്. സൈൻ സ്ക്വയർ ടി 0 to 2 പൈ ആണ്. അപ്പൊ ആദ്യമേ നമുക്ക് ഇതിന് എന്താ എഴുതാം? 1/3 ടൈംസ് 2 ടൈംസ് ഇന്റഗ്രൽ 0 to പൈ എന്ന് എഴുതാം. സൈൻ സ്ക്വയർ ടി 2 ടൈംസ് ഇന്റഗ്രൽ 0 to പൈ എന്ന് എഴുതാം. കാരണം എന്താ? സൈൻ സ്ക്വയർ ടി എന്ന് പറഞ്ഞ സാധനം ആലോചിച്ച് നോക്കുക. അത് 0 to പൈ തന്നെയാണ്. പൈ ടു 2 പൈന്റെ ഷേപ്പ് സൈൻ സ്ക്വയർ ടി. സൈൻ സ്ക്വയർ ടി എന്ന് ആലോചിച്ച് നോക്കുക. സൈൻ സ്ക്വയർ ടി എന്ന് പറഞ്ഞ സംഭവം ആക്ച്വലി 1 മൈനസ് കോസ് 2t by 2 ആണ്. ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വരണം. അപ്പൊ ദിസ് ഇസ് പീരിയോഡിക് വിത്ത് പീരീഡ് പൈ. അപ്പോൾ 0 to പൈ തന്നെയാണ് പൈ ടു 2 പൈ ഉണ്ടാവുക. അപ്പൊ 2 ടൈംസ് 0 to പൈ എന്ന് എഴുതാം. ഇനിയും 0 to പൈ ഉണ്ടല്ലോ. ഈ 0 to പൈനെ പിന്നെയും 2 ടൈംസ് 0 to പൈ ബൈ 2 എന്ന് എഴുതാൻ പറ്റും. എന്താ കാരണം? കാരണം ഇതാണ്. ഇന്റഗ്രൽ 0 to 2a fx dxനെ 2 ടൈംസ് ഇന്റഗ്രൽ 0 to a fx dx എന്ന് എഴുതാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ f of 2a minus x fx തന്നെയാണെങ്കിൽ. ഇവിടെ അങ്ങനെയല്ലേ നോക്കിയേ. 1/3 ടൈംസ് 2 into 0 to പൈ സൈൻ സ്ക്വയർ ടി. അപ്പൊ ഇതിനെ ഞാൻ എന്താ ചെയ്യാൻ പോണത്? 0 to പൈനെ നമ്മൾ എന്താ എഴുതാൻ പോണു? 0 to പൈ ബൈ 2 2 ടൈംസ് 0 to പൈ ബൈ 2 എന്ന് എഴുതാൻ പോവാം. 2 ടൈംസ് 0 to പൈ ബൈ 2. കുഴപ്പമില്ലല്ലോ. ഇത്രയും സ്റ്റെപ്പ് ഓക്കെ അല്ലേ? അറിയണം കേട്ടോ ഇതൊക്കെ. ഈ ട്രിക്കുകളെല്ലാം ഇതൊക്കെ വിശദമായി പറയണ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. ഫൈൻ. അപ്പൊ ഇതെന്തായി?
1/3 into 2 into 2 into integral 0 to pi by 2 sin square t dt. ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ട്രിക്ക് ഇത് പറഞ്ഞു വെക്കണം കേട്ടോ. ഇന്റഗ്രൽ 0 to pi by 2 ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എത്തിച്ചത് ഞാൻ. സൈൻ റേസ് ടു n തീറ്റ ഡി തീറ്റ ഇത് തന്നെയായിരിക്കും ഇന്റഗ്രൽ 0 to pi by 2 കോസ് റേസ് ടു n തീറ്റ ഡി തീറ്റ. ഓക്കെ, ഇപ്പൊ രണ്ട് കേസ് ഉണ്ടാവും. n ഓഡ് നമ്പർ ആവണ കേസും n ഈവൻ നമ്പർ ആവണ കേസും. n is odd, n is even. ഇത് ഷോർട്ട് കട്ട് ആയിട്ട് ഓർത്തു വെക്കേണ്ടതാണ്. ഇന്റഗ്രൽ 0 to pi by 2 സൈൻ റേസ് ടു n തീറ്റ ഡി തീറ്റ. n ഒരു നാച്ചുറൽ നമ്പർ ആവണ കേസിൽ ഇന്റഗ്രൽ 0 to pi by 2 സൈൻ റേസ് ടു n തീറ്റ ഡി തീറ്റ തന്നെയാണ് ഇന്റഗ്രൽ 0 to pi by 2 കോസ് റേസ് ടു n തീറ്റ ഡി തീറ്റ. ഓക്കെ, ശ്രദ്ധിച്ചോ? അപ്പൊ ഇത് ഓർത്തു വെക്കണം. n ഓഡ് നമ്പർ ആണെങ്കിൽ n ഈവൻ നമ്പർ ആണെങ്കിലും രണ്ട് ഡിഫറെന്റ് റിസൾട്ട് ആണ് വരാൻ പോണത്. അപ്പൊ n മൈനസ് 1 ബൈ n ഇൻറ്റു n മൈനസ് 3 ബൈ n മൈനസ് 2 ഇങ്ങനെ പോയി n ഓഡ് നമ്പറിലാണെങ്കിൽ ഇത് എവിടെയാ അവസാനിക്കുക? n ഓഡ് നമ്പർ ആണെങ്കിൽ ഇത് എന്തിലാ അവസാനിക്കുക? n ഓഡ് നമ്പർ ആണെങ്കിൽ ഇത് എന്തിലാ അവസാനിക്കുക? 0 ആവണതിന് മുമ്പ് നിർത്തണം. ഓക്കെ, എന്തിലാ അവസാനിക്കുക? 2/3 അവസാനിക്കും. യെസ്. n ഈവൻ നമ്പർ ആണെങ്കിൽ n മൈനസ് 1 ബൈ n ഇൻറ്റു n മൈനസ് 3 ബൈ n മൈനസ് 2 അങ്ങനെ പോയി എന്ത് ചെയ്യും? അടുത്ത ടേം മനസ്സിലായില്ലേ? n മൈനസ് 5 ബൈ n മൈനസ് 4 അങ്ങനെ പോയി n ഈവൻ നമ്പർ ആണെങ്കിൽ ഇത് അവസാനിക്കുക 1/2 അപ്പൊ തന്നെ ഒരു π/2 കൂടി എഴുതാം. ഈ റിസൾട്ട് അറിയണം. അപ്പൊ ഇത് അറിയാമെങ്കിൽ ഈ വാല്യൂ നോക്കി പെട്ടെന്ന് പറയാം നമുക്കിത് എന്താണ്? ദിസ് ഇസ് നത്തിങ് ബട്ട് ഒരു 1/2 വേണം. 1/2 അവസാനിക്കുന്നുണ്ട് അപ്പൊ തന്നെ π/2. അപ്പൊ the answer is altogether the answer is π/3. Altogether the answer is π/3. π/3 is the answer. π/3 is the answer.